ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ വളരെ ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെയാണ് ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് ഉരുക്കിയെടുക്കണം. അതിനാണ് ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ. ഒരുപാട് വെള്ളമായാലും നമ്മൾ വിചാരിച്ച കളർ കിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് ക്യാരമലൈസ് ചെയ്യണം. കാരണം ഇതിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ കേക്കിൻ്റെ കളർ ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഷുഗർ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഒരുപാട് ഫ്ലെയിം ആയാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ്, ടോട്ടൽ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റും കൂടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഉണക്കമുന്തിരി. ഞാനിപ്പോൾ 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നമുക്കത് 1 കപ്പോ 1/2 കപ്പോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ. ഒരുപാടങ്ങ് തണുത്തു പോകണ്ട, ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഷുഗർ മിക്സ് ഇപ്പോൾ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. തീരെ അങ്ങ് തണുത്ത് പോയിട്ടില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ കയ്യിലുള്ളൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷുഗർ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ മിക്സ് ഒന്ന് തണുത്തിട്ട് വേണം മുട്ട ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മുട്ട ചേർക്കുന്ന ടൈമിൽ പിരിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഷുഗർ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ നമുക്ക് വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ കയ്യിലുള്ളൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ട നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറും ഗ്രീൻ കളറുമാണ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ നട്ട്സ് ചേർക്കുന്നുണ്ട്. ബദാമും കാഷ്നട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ നമ്മൾ ഡേറ്റ്സ് ചേർക്കാം, അതുപോലെ തന്നെ ചെറി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡേറ്റ്സും ചെറിയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും ഉണക്കമുന്തിരിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്നൊരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സഡ് സ്പൈസസ് ആണ് ചേർക്കുന്നത്. മിക്സഡ് സ്പൈസസ് എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല കേട്ടോ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇത് 3ഉം കൂടി പൊടിച്ചത് 1/2 ടീസ്പൂൺ. കൂടുതലാവരുത്, കൂടുതലായ അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ ഞാനിവിടെ 2 ഏലക്കായയും 3 ഗ്രാമ്പും 1 കറുവപ്പട്ടയും കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ്. നമുക്കൊരു എസൻസിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ജ്യൂസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാ നീരിന് പകരം നമ്മളുടെ കയ്യിൽ വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടാനുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ ബേക്കിംഗ് ട്രേ ബട്ടർ വെച്ച് നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബട്ടർ പേപ്പറോ മൈദയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബട്ടർ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട്. ഇനി ഞാനിതിൽ കുറച്ച് നട്ട്സ് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ കേക്ക് ഓവനിലല്ല കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ കുക്കർ ഓൾറെഡി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇനി ബേക്കിംഗ് ട്രേ കുക്കറിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 50 to 60 മിനിറ്റ്സോളം എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിസിലും വാഷറും ആവശ്യമില്ല. പിന്നെ ഇതൊരു 60 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 65 മിനിറ്റോളം എടുത്തു കേട്ടോ ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കാൻ. നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കേക്കിന്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കൂട്ട് നല്ലൊരു ബ്രൗൺ കളറിൽ തന്നെയാണ് നമ്മളുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളുടെ കേക്കിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് എത്രത്തോളം സോഫ്റ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് അമുക്കുമ്പോൾ നല്ല പോലെ പതുങ്ങി പോകുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ കണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഈ പ്ലം കേക്ക് ചെയ്തത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ തന്നെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.